ഹലോ ഗൈസ്, അപ്പോഴത്തേക്കും എൻ്റെ അനിയന് ചെറിയൊരു ഡൗട്ട്. നമ്മളാണെങ്കിൽ ഈ മൺകലത്തിൽ ചുവന്ന കട്ടിയുടെ പൊടിയും അതുപോലെ ഈ നാരങ്ങയും ആണെങ്കിൽ പിഴിഞ്ഞ് മിക്സ് ചെയ്ത് ഈ കലത്തിൻ്റെ മുകളിലോട്ട് ഈ കരിവരണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറുത്ത പടലം മാറി നന്നായിട്ട് ഒന്ന് വെളുക്ക് വന്ന് അപ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഈ നാരങ്ങ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചെങ്കട്ടയുടെ പൊടി എടുത്ത് അതിൻ്റെ അകത്തോട്ടിപ്പോൾ പിഴിഞ്ഞൊഴിക്കുകയാണ്. അത് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കണം. അതിൻ്റെ അകത്ത് നല്ല രീതിക്കുള്ള അംശം അതിൻ്റെ അകത്ത് ചെന്നേ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നന്നായിട്ട് പിഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 നാരങ്ങ നമ്മൾ എടുക്കണം. കാരണം അത്രത്തോളം വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു ക്ലേ പോലെ വരത്തുള്ളൂ. അങ്ങനെ കുഴകട വരുവാണെങ്കിൽ നമുക്കാണെങ്കിൽ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനിയപ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു ലെയർ മാതിരി തോന്നിക്കുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇച്ചിരി തിക്കിനായാലും എഴുന്നാലും കുഴപ്പമില്ല, നല്ല രീതിക്ക് കട്ടയ്ക്ക് വെച്ചങ്ങ് തേക്കണം. അപ്പോഴത്തേക്കും ഇച്ചിരി നേരം വെച്ചിട്ട് നമ്മളാണെങ്കിൽ ഇനി അത് കഴുകാൻ പോവാണ്. കഴുകി കളയുമ്പോഴത്തേക്കും നോക്കാം ഇനി അതിൻ്റെ അകത്ത് എന്ത് വന്നതെന്ന്. കഴുകി കളയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് വലിയ ചേഞ്ചൊന്നും ഒന്നുമില്ല. അപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ അകത്ത് വലിയ എഫക്റ്റൊന്നും ഇല്ല. എന്നാലും ചിലയിടത്ത് മാത്രം ഇച്ചിരി വെള്ള പോലെ വന്നിട്ട് ഒറിജിനൽ കളർ മാത്രം വന്നിട്ട് ബാക്കി എല്ലായിടത്തും പണ്ടത്തെ പോലെ തന്നെ കരിയാണ്. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഉറപ്പിക്കാം ഇതൊരു ഫേക്കാണ്. ഓക്കെ, ബൈ.